ഭരണരാശിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അശ്വതി മണി ഭരണരാശി എന്ന് പറയുമ്പോൾ 48 മണിക്കൂറുകൾ മാത്രമാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇനി ബാക്കിയുള്ളത്. കൂട്ടലും കിഴിക്കലും കാൽക്കുലേറ്ററും കയ്യിലുള്ളതും ഇല്ലാത്തതുമായ കണക്കുകളെല്ലാം കൂട്ടി സ്ഥാനാർത്ഥികളും പാർട്ടികളും മുന്നണികളും വിളി കേൾക്കാം. അപ്പോ അത് കുറച്ചുകൂടെ കൂട്ടാനുള്ള ഞങ്ങളുടെ ശ്രമമാണ്. അതായത് ഇതിനോടകം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് പ്രേക്ഷകർക്കറിയാം. വിവിധ ഏജൻസികൾ രാജ്യമെമ്പാടും എക്സിറ്റ് പോൾ ഫലങ്ങൾ നടത്തി, പഠനങ്ങൾ നടത്തി, സർവേകൾ നടത്തി കഴിഞ്ഞ ദിവസം ഫലം പുറത്തുവിട്ടിരുന്നു. അത് വന്നതോടുകൂടി കുറച്ചുപേരുടെ നെഞ്ചിരിപ്പ് വീണ്ടും കൂടി. ആ നെഞ്ചിരിപ്പ് പിന്നെയും കൂടാനുള്ള ഒരു സുവർണാവസരമാണ്. നമുക്ക് മുന്നിൽ 3 അതിഥികൾ. അതെ, നമുക്കൊപ്പം ശ്രീ ശംഖുമുഖം ദേവിദാസൻ സർ, അദ്ദേഹം ജോത്സ്യനാണ്. അദ്ദേഹം പ്രവചനങ്ങളൊന്നും അധികം നടത്തുന്ന ആളല്ല, പക്ഷെ നമുക്ക് അറിയണം എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ശ്രീ തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ സാർ ഡാറ്റ അടിസ്ഥാനത്തിൽ കണക്കുകൾ പറയുന്ന ആളാണ്, വിവരങ്ങൾ ശേഖരിച്ച് കണക്കുകൾ പറയുന്ന ആളാണ്. അദ്ദേഹവും എന്താണ് ഈ ദിവസം പറയുന്നത്, ഈ മണിക്കൂറിൽ പറയുന്നത് നമുക്ക് കേൾക്കണം. ഒപ്പം ശ്രീ സന്തോഷ് നായർ സാർ, കലിയുഗ ജോത്സ്യൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, പുതിയ കാലത്തിന്റെ ജോത്സ്യനാണ് അല്ലെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് അതിഥികളിലേക്ക് പോകാം. ഇതിനകത്ത് ആദ്യം ഒരു സന്തോഷ് സാർ, എനിക്ക് തോന്നുന്നു ഓൾറെഡി ഒരു പ്രവചനം നടത്തിയിട്ടിരിക്കുന്നു. അതെ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ഒന്ന് വന്നത് കണ്ടു കാണുമല്ലോ. ഈ കണ്ടതിന് ശേഷം ഞാൻ പ്രവചിച്ചതിനകത്ത് എവിടെയെങ്കിലും എന്തൊരു കുഴപ്പമുണ്ടോ, അത് തന്നെയാണോ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഈ പ്രവചനം എന്ന് പറയുന്നത് സമയത്തിന് മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിപ്പോ നമ്മള് കാണുന്നതാണ് പറയുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സിറ്റ് പോളാണെങ്കിൽ പിന്നെ അത് നോക്കിയാൽ പോരെ, പ്രവചനത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അപ്പം നമ്മളതൊരു കാൽക്കുലേഷന്റെ ബേസിൽ ഇപ്പോൾ 2019 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന് ഞാൻ തന്നെ പ്രവചിച്ചു. ആ വർഷം ഒരു മാരക രോഗം ലോകത്തിന് പിടികൂടുമെന്നും പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. 2019 തന്നെ ഞാൻ പറഞ്ഞു 24 നരേന്ദ്രമോദിയാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. പിന്നെ വർഷാവർഷം പ്രവചനം നടത്തും. അതിൽ 2024 91 പ്രവചനം നടത്തിയിട്ട് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 350 സീറ്റിന് മുകളിൽ NDAക്ക് കിട്ടും. അത് ആൾറെഡി ഡിസംബർ 23 പ്രവചിച്ചു കഴിഞ്ഞു. ആരും പ്രവചിക്കുന്ന മുമ്പേ തന്നെ ഇത് പ്രവചിച്ചു കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ നോക്കിയപ്പോൾ എക്സിറ്റ് പോളിൽ അത് 353 കാണിക്കുന്നത്. അതില് ഈ ഇത്രയും ഏജൻസികൾ നടത്തിയതിൽ അതിൽ 6 സമയമായിരിക്കും ശരിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ ശരിയായിട്ടുള്ളതല്ല. ഇവർ ഒരു ഡേറ്റ എടുത്തിട്ട് ആ ഡേറ്റ വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. അതിനൊരു വേ ഓഫ് ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാ പേരും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു 80% അത് വിശ്വസിക്കാം എന്ന് തന്നെയാണ് കാര്യം. എനിക്കൊരു ചോദ്യമുണ്ട്. നമ്മുടെ അഭിമുഖം കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് കേരളായിട്ടുണ്ടായിരുന്നു. 26 ലക്ഷം പേരോളം വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അത് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞു മോദിക്ക് കണ്ടകശനിയാണ്. മോദിക്ക് കണ്ടകശനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ അറിവില്ല, ജനങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ കണ്ടകശനി തന്നെ അദ്ദേഹത്തിന് 4ാം ഭാവത്തിലാണ്. അപ്പൊ ഞാൻ കണ്ടകശനി വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ മരിച്ചു പോകാനോ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനോ ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കണ്ടകശനി 2023 തൊട്ട് കണ്ടകശനി വന്നു, അമ്മ മരിച്ചുപോയി. 4ാം ഭാവത്തിലാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജ്യോതിഷത്തിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിയുഗ ജ്യോതിഷം. ഇപ്പോൾ നമ്മൾ കാലാകാലങ്ങൾ 80% നമുക്ക് അതുപോലെ തുടരാം. പക്ഷേ 20% മനുഷ്യ ജീവിതത്തെയും കാലഘട്ടത്തെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ജ്യോതിഷ പ്രവചനം. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് ജ്യോതിഷ പ്രവചനം കലിയുഗ ജ്യോതിഷം. അപ്പോൾ അത് നമുക്ക് ഷാർപ്പായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. ജ്യോതിഷം രചിച്ച കാലത്ത് ഒരു പുരുഷായുസ് 120 ഇന്ന് 120 വരെ ജീവിക്കുന്ന ഒരു മനുഷ്യരും ഇല്ല ഭൂമിയിൽ. അപ്പോൾ ഈ 120 വെച്ച് പറയുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ തെറ്റൂല്ലേ? അപ്പോൾ കലിയുഗ ജ്യോതിഷൻ അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് 85 വരെ ആക്കിയിട്ടുള്ളൂ മനുഷ്യായുസ്. അപ്പോൾ അത് കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റും. ദേവിദാസൻ സാർ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നിരിക്കുവാണല്ലോ, എന്താണ് ഇത് കണ്ടിട്ട് താങ്കൾക്ക് തോന്നുന്നത്? ഈ പ്രവചനങ്ങളൊന്നും അധികം നടത്താറില്ലാത്ത ഒരാളാണ് അല്ലേ? ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവചനങ്ങളോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. കാരണം ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം മനുഷ്യ നന്മയ്ക്ക് വേണ്ടി വേദകാലത്തുണ്ടായിട്ടതാണ്. അതിൽ നമ്മൾ 18 ആചാര്യന്മാരെ വന്നിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. സൂര്യ പിതാമഹോ വ്യാസോ വസിഷ്ഠോ അത്രി പരാശര കശ്യപോ നാരദോ ഗർഗോ മരീചിർ മനു അങ്കിരാഹ ലോമശ പൗലിശൈവച്ചവനോ യവനോ ഭൃഗു ശൗനകോ അഷ്ടാദശാശ്ചൈതേ ജ്യോതിശാസ്ത്ര പ്രവർത്തക 18 ആചാര്യന്മാരെ വണങ്ങിക്കൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇതിൽ വേദകാലത്തുള്ള ആചാര്യന്മാരുണ്ട്, വ്യാസനുണ്ട്, ശ്രീരാമൻ്റെ ജാതകം എഴുതിയ വസിഷ്ഠമുനിയുണ്ട്,
ശ്രീകൃഷ്ണന്റെ ജാതകം എഴുതിയ ഗർഗമുനിയുണ്ട്. ഇവരെല്ലാം വണങ്ങിക്കൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത്. അവരാരും ഇങ്ങനെയുള്ള പ്രവചനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ പ്രവചനം നടത്തുന്നതിന് മുമ്പായിട്ട് ഈ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടോ എന്നതാണ് വിഷയം. അത് ആര് ചോദിക്കുന്നു എന്നുള്ളതൊരു വിഷയമാണ്. ഇപ്പോൾ ഒരു ആള് ഈ ഭരണത്തിലേക്ക് കയറാൻ പോകുന്നയാളും പ്രതിപക്ഷത്തിരിക്കുന്നയാളും ഇങ്ങനെയുള്ള കൂട്ടരുടെ ഒരു പ്രധാനി വന്ന് നമ്മുടെ മുമ്പിൽ ചോദിക്കുകയാണ്, ശരി ഞങ്ങൾക്കൊരു വിജയ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ആ കൂട്ടത്തിൽ മത്സരിക്കുന്ന ആളുകൾ നിരവധിയാണ്. ആ നിരവധി ആളുകളുടെ അവരുടെ വൈയക്തികമായ ജാതകം അവരെ സ്വാധീനിക്കും. അവരുടെ ആ സമയത്തുള്ള രാജയോഗം, കേസരി യോഗം തുടങ്ങിയൊക്കെ അവരെ സ്വാധീനിക്കും. ഇതിൽ ഈ വക യോഗങ്ങളൊന്നും ഇല്ലാതെ പരാജയ സാധ്യതയുള്ളവരുടെ ജാതകവും അതിനകത്തുണ്ടാവും. അപ്പോൾ ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാ വ്യക്തികളിലും ഉണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു രൂപമാണ്. കാരണം സൂര്യൻ നമ്മുടെ ദൃഷ്ടിയും ആത്മാവും നമ്മുടെ വ്യക്തിപ്രഭാവവും ഒക്കെയാണ്. ചന്ദ്രൻ മനസ്സാണ്, രക്തത്തിൻ്റെ കാരകത്വമുണ്ട്. ചൊവ്വ മജ്ജയാണ്, ഒപ്പം തന്നെ നമ്മുടെ രക്തത്തിൻ്റെ റെഡ് കോർപ്പസിൽസ്. ബുധൻ നമ്മുടെ തൊലിയാണ്, ബുദ്ധിയാണ്. വ്യാഴം നമ്മുടെ കൊഴുപ്പാണ്, നമ്മുടെ വിശേഷ ബുദ്ധിയാണ്. ശുക്രൻ നമ്മുടെ വികാരമാണ്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പൂർണ്ണമായ ജലം, ശരീരത്തേക്ക് പുറത്തു പോകുന്ന ജലം, അത് ശുക്രൻ്റെ കാര്യം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ശനി നമ്മുടെ എല്ലാ ചലനങ്ങളെയും സ്വാധീനിക്കുന്നു. ഇപ്പോൾ കണ്ടകശനി, ഏഴാണ്ട് ശനി, അഷ്ടമശനി എന്നൊക്കെ പറയുമ്പോൾ ആ ശനിയുടെ സ്വാധീനം കൊണ്ട് നമുക്ക് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാവും. ആ ക്ലേശങ്ങൾ ആ ഭാവങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ 4 എന്ന് പറഞ്ഞാൽ മാതൃഭാവമാണ്. അപ്പോൾ മാതൃഭാവത്തിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് എന്നിട്ടാവും മാതൃക്ലേശം ഉണ്ടാകാം. ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ആരുടെയും പ്രവചനമല്ല. അപ്പോൾ 1000ഓളം വർഷങ്ങൾക്കപ്പുറം, 5000 വർഷങ്ങൾക്കപ്പുറം ആണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ആധുനികമായ കാലം എന്ന് പറയുന്നത് 1500 വർഷം മുമ്പ് വരാഹമിഹിരൻ എഴുതിയ വരാഹോര ബൃഹജ്ജാതകം. അതാണ്. അല്ല, ഒരാളുടെ ജാതകം കിട്ടുവാണെങ്കിൽ പ്രവചിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാം. മോദിയുടെ ജാതകം കിട്ടിയിട്ടാണ്? മോദിയുടെ ജാതകം കയ്യിലുണ്ട്. ജാതകം വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രാജീവ് ഗാന്ധിയുടെ ഇത് പറഞ്ഞിട്ടാണ്, രാഹുൽ ഗാന്ധിയുടെ ഇത് പറഞ്ഞിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ അവരുടെ ഗ്രഹനില, ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത്രയും വെച്ചിട്ടാണ്. ഒരു സംശയം. ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ വരുന്നു, ഞങ്ങൾക്ക് വിജയസാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആൾ വന്നെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ആരുടേതായിരിക്കും പരീക്ഷ? കാരണം ഒരാൾ അങ്ങനെയല്ല, അത് ഓരോന്നും വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ താങ്കൾക്കൊരു ഗ്രഹനിലയുണ്ട്, അത് താങ്കളുടെ കാര്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇത് കൂട്ടായ ഒരു കാര്യമുണ്ട്. ഇപ്പൊ മോദി വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും എം പിമാർ വേണം. ഇത്രയും എം പിമാർ വോട്ട് ചെയ്താലും മോദിയെ ലീഡറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും എം പിമാരുടെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാവാൻ യോഗം ഉണ്ടോ? അഖണ്ഡ സാമ്രാജ്യ യോഗം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ഒരു വയസ്സ് മുതൽ, ഒരു പ്രായം മുതൽ അദ്ദേഹം ഭരണാധികാരിയാണ്. ഇപ്പൊ യേശുദേവൻ ഒരു പ്രായം മുതലാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പം മുഹമ്മദ് നബി ഒരു പ്രായം മുതലാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഒരുപാട്, ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു കാണാതെ പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ശൈലി ആയതുകൊണ്ടാണ് ഇന്ന് ജ്യോതിഷത്തിന് ഒരുപാട് ഫോൾട്ട് പറ്റുന്നത്. കാണാതെ പഠിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെക്കുറിച്ച് നിത്യയോഗത്തിലോ കർണത്തിലോ ഒക്കെ പറയും ഇയാൾ പൊക്കമുണ്ട്, വെളുത്ത് സുന്ദരനാണെന്ന് പറയും. വേറൊരിടത്ത് പറയും കുള്ളനാണെന്ന് പറയും. എന്നാലൊരു ജാതകം എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ടിട്ടിട്ട് അതിൽ അച്ഛൻ മധ്യായുസുള്ളതായി, ദീർഘായുസുള്ളതായി, അല്പായുസുള്ളതായി. അപ്പോൾ അയാൾ ചോദിച്ചു ഇതെന്താ കറക്കമ്പനിയാണോ സാറേ എന്ന്. കാരണം ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷത്തിൽ, പല ആംഗിളുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? അവനാണ് ജ്യോതിഷൻ. ട്രൈ ഓർ ട്രിവൽ. ശാസ്ത്രം ശരിയാണ്, ശാസ്ത്രം ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഉണ്ടോ ഇല്ലയോ എന്ന് എന്റെ മുമ്പിൽ വരുന്ന ആളുകളല്ലേ പറയേണ്ടത്. എന്റെ മുമ്പിൽ വരുന്ന ആളുകളാണ് പറയേണ്ടത് ഞാൻ അപ്ഡേറ്റഡ് ആണോ അല്ല പഴയ സമ്പ്രദായത്തിലാണോ. ഈ പഴയ സമ്പ്രദായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം, അശുഭദ്വയ മധ്യസംസ്ഥിതവും ലഗ്നേന്ദു നജസൗമ്യ വീക്ഷിതവും യുഗപത് പൃഥകേവാവതേർ നാരി ഗർഭയുത വിപദ്യതേ. ഒരു സ്ത്രീയും പുരുഷനും സംയോഗം ചെയ്യുന്ന സമയത്ത് ചന്ദ്രന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുക, ലഗ്നത്തിന് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുക, അവയ്ക്ക് പാപമധ്യസ്ഥിതി ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ളൊരു സമയത്താണ് സംയോഗം നടക്കുന്നതെങ്കിൽ ആ ഗർഭം സ്ത്രീയോടുകൂടി മരിച്ചു പോകുന്ന പറയുന്നത്. ഗർഭിണി മരിക്കാനുള്ള യോഗമാണ് ഇത്. വരാഹവിരാജാരൻ ബൃഹജ്ജാതകത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിഷേക പ്രകരണം ഇതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ആരും ഗവേഷണം ചെയ്യുന്നില്ല. ഗർഭിണി മരിച്ചാലുള്ള ആശുപത്രി അടിച്ചു തീർക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഇതൊന്നും ചർച്ചയാകുന്നില്ല. ഇതൊരു നേരകാലം നോക്കിയാണ് ഇതിന്റെ അതാണ്, എല്ലാ ഏർപ്പാടുകളും. അതെ, തീർച്ചയായിട്ടും എല്ലാത്തിനും സമയമുണ്ട്. എല്ലാത്തിനും സമയമുണ്ട്. ഉത്തമ സമയം. ആ ഉത്തമ സമയത്ത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിന് ഒരു സൽഫലമുണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. ശരി, ഗോപാലകൃഷ്ണൻ സാറ് കുറെ നേരമായിട്ട് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. സാറ് എന്ത് തോന്നുന്നു? എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു സാറ്? യാത്ര ചെയ്ത് ആളുകളുമായി സംസാരിച്ച് അങ്ങനെ കളക്ട് ചെയ്ത് അതുകൂടാതെ ഞാനൊരു കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും ഒരു 2000 പേരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഓട്ടോറിക്ഷയിൽ കയറിയ ഡ്രൈവർമാരോട് ചോദിക്കും, ഹോട്ടലിൽ കയറിയ അവിടെ ചോദിക്കും. പിന്നെ സ്ഥിരം ഇലക്ഷൻ കാലത്തല്ലാതെ ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ആളുകളോടും പിന്നെ കോച്ച് മാറി കയറിയിട്ടേ പലരോടും ചോദിക്കും. അത് ത്രൂ ഔട്ടുള്ളതാണ്, ഇലക്ഷൻ സമയത്ത് മാത്രമല്ല. അങ്ങനെ ജനങ്ങളുടെ സഞ്ചരിക്കുന്ന ഒരു എക്സിറ്റ് പോളാണ്. കേരളത്തിലെ കാര്യമാണ്. കേരളത്തിന് പുറത്ത് അങ്ങനെ ഞാൻ കന്യാകുമാരിയിലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സാറ് സ്വാഭാവികമായിട്ടും ആളുകളെ സംസാരിക്കുകയാണ്, ഡാറ്റ കളക്ട്. ഇന്നലെ എക്സിറ്റ് പോൾ വന്നപ്പോ സാറിന്റെ ഞാൻ പറഞ്ഞതുമായിട്ട് മിക്കവാറും എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. ആകെ വ്യത്യാസമുള്ളത് ആന്ധ്രയിൽ NDAക്ക് വലിയൊരു മേൽക്കൈയാണ് എക്സിറ്റ് പോൾ. ഞാൻ അങ്ങനെ പറയുന്നില്ല. കേരളത്തിൽ ഒരു സീറ്റും പറഞ്ഞിട്ടില്ല. അത് പറയാനായിട്ട് ഈ ഇത് ഭരണവിരുദ്ധ തരംഗം കണ്ടമാനമുണ്ട്. അതിനൊരു സർവേ നടത്താതെ തന്നെ നമുക്ക് പറയാം. അതെ, ഇത്തവണ അങ്ങനെയാ. ഇതോടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വലിയ മാറ്റമൊന്നും ഒരു സീറ്റാണ് ആ ഒന്നും കൂടെ പോകും. ഈ 2 സീറ്റ് ബിജെപിക്ക് സാർ പറഞ്ഞു. ഞാൻ ഒന്നേ പറഞ്ഞു, 1-2 ഉറപ്പുള്ളത്. 1 മുതൽ 2 വരെ. അതെ, ഒന്ന് ഉറപ്പുള്ളത് തൃശ്ശൂർ സുരേഷ് ഗോപി ഉറപ്പാണ്. അപ്പൊ ഇത്തവണ തൃശ്ശൂർ പുള്ളി എടുക്കും. ഒരു ഇടനെഞ്ചിലാണ്. ഒരു 2000 തൊട്ട് 12,000 വരെ ലീഡിന് ജയിക്കും. പിന്നെ ഒരു സീറ്റ് സാർ പിന്നെ തിരുവനന്തപുരം സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ ശശി തരൂര് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. അത് ഒരുപോലെ വന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. വളരെ കടുത്ത മത്സരം തന്നെയാണ്. അതെ, അത് ക്രിസ്ത്യൻ വോട്ട് ഈ രാജീവ് ചന്ദ്രശേഖറിന് ഒരു 25% കിട്ടിയാൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. അല്ല, അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ തീർത്ത് പറയുന്നത്. എടുത്തിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ശശി തരൂർ ജയിച്ചത് 1,11,000 വോട്ട് കുറവേ ഉള്ളൂ. ഇത്തവണ ശശി തരൂർ ജയിച്ചാലും 10,000 കുറഞ്ഞ ലീഡായിരിക്കും. ഗോപാലകൃഷ്ണ സാറിന്റെ ഡാറ്റ വെച്ചാണ് സാർ കളക്ട് ചെയ്ത, സാർ നേരിട്ട് അനുഭവിച്ച, പരിചയിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് സാറിന്റെ ഒരു അവിടെ അതാണ് അവിടെ ഡാറ്റയും ഇവിടെ ജ്യോതിശാസ്ത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ആസ്ട്രോണമി എന്നാണ് ആസ്ട്രോളജി രൂപപ്പെട്ടത്. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പോൾ ഈ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് സർവത്ര കാര്യങ്ങളും പറഞ്ഞിരിക്കും. അപ്പോൾ ഈ ജ്യോതിഷൻ ഒരിക്കലും കാണാതെ പഠിച്ച് പറയാൻ പറ്റില്ല. കാണാതെ പഠിച്ച് പറയുന്ന ജ്യോതിഷന്മാർക്ക് എല്ലാം തെറ്റും. അതായത് ഒരു മനുഷ്യനെ കുറിച്ച്, നിങ്ങളെക്കുറിച്ചാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് സർവത്ര കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് ജ്യോതിഷത്തിൽ അറിയാം എവിടെ ഉണ്ടെന്ന്. അത്രത്തോളം അങ്ങനെയല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി എവിടെ ഉണ്ടെങ്കിൽ അത് ഏത് സ്ഥാനത്തെന്ന് പോലും ഗണിച്ച് പറയാൻ ജ്യോതിഷ ശാസ്ത്രത്തിന് കഴിയും. അത്ര ഷാർപ്പായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഇത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കാര്യം, 80% നമുക്ക് വേണ്ട, അത് ആ ശാസ്ത്രം തെറ്റൂല. 20% കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടേ നിങ്ങൾ ജ്യോതിഷ പ്രവചനം നടത്താവുന്ന എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളും, വരാമികൻ പോലും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് കാലഘട്ടത്തിനും മനുഷ്യ ജീവിതത്തിനും ഇല്ല ഇത് പഴഞ്ഞനായിപ്പോയി. 20%, 80% കറക്റ്റ് ആയിരിക്കും, അതിനകത്ത് വ്യത്യാസമില്ല. 20% അപ്ഡേറ്റ് ചെയ്തേ പറ്റൂ. അത് മതങ്ങളിലായാലും അങ്ങനെ തന്നെ ചെയ്യണം. മനുഷ്യന്റെ സ്വഭാവം മാറും. രാമന്റെ കാലത്ത് ജീവിച്ചിരുന്നവരല്ല ഈ കാലത്ത് ജീവിക്കുന്നത്. 2000-ന് ശേഷം മനുഷ്യ മൃഗങ്ങളെക്കാളും മോശമായിട്ടുള്ള അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ പഴയ കാര്യങ്ങൾ, ശാസ്ത്രങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് അവിടെ നിൽക്കേ ഉള്ളൂ. ഇന്ന് അത് കളിയാക്കും അവർ. ഈ ഗ്രഹങ്ങളിൽ തന്നെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഇത് മാത്രമേ മനുഷ്യനെ ഡയറക്റ്റായിട്ട് സ്വാധീനിക്കാൻ പറ്റൂ. ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ആഡ് ഓൺ ആണ്. ഇവർ മുഖാന്തരേ സ്വാധീനിക്കാൻ പറ്റൂ. ഇപ്പോൾ ചിലർ പറയും ചൊവ്വാ ദോഷം, ചൊവ്വ വന്നടിക്കണം. ചൊവ്വ വന്നടിക്കാനൊന്നുമില്ല. അതൊരു കാൽക്കുലേഷനാണ്. ഇതിൻ്റെ ഒരു ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജ്യോതിഷം ഉണ്ടാക്കിയിരിക്കുന്നത്. സംഖ്യകൾ വെച്ചിട്ടാണ് നമ്മൾ ഗണിതം ഉണ്ടാക്കിയിരിക്കുന്നത്. കളർ വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ ചുമന്ന കളർ കാണുമ്പോൾ ബ്രാക്ക് ചവിട്ടും. ഒരു ചുവന്ന കളർ നമ്മളെ കാലിനെ പിടിച്ച് ബ്രാക്കിൽ ചവിട്ടില്ല. മനസ്സിലായില്ല? അത് ജ്യോതിഷന്മാർ വിചാരിക്കണം ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഗ്രഹങ്ങൾ കൊണ്ടാണ്. ഇപ്പം രാഹുർ കാണിച്ചാൽ സർപ്പശാപം. സർപ്പശാപം എന്ന് പറയണ ഒന്നില്ല.
അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാലത്തിനനുസരിച്ച് പണ്ട് ഒരാൾ കുളിക്കാൻ പോയിട്ട് വരുമ്പോൾ വീഴുന്ന ഹാർട്ട് അറ്റാക്കിൽ മരിക്കുമ്പോൾ മാടൻ അടിച്ചു എന്ന് പറയും. അന്നത്തെ ആൾക്കാർക്ക് അത്ര നോളജേ ഉള്ളൂ. ഇന്ന് ആൾക്കാർക്ക് മാറി അത് ഹാർട്ട് അറ്റാക്കാണ് എന്ന് സയൻസ് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇപ്പോഴും മാടനടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശാസ്ത്രം എവിടെ ചെന്നെത്തും? ഈ ശാസ്ത്രത്തെ പുച്ഛിക്കും ആൾക്കാർ. അത് അപ്ഗ്രേഡ് ചെയ്യാനാണ് കലിയ ജ്യോതിഷം ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടാണ് ജ്യോതിഷ പ്രവചനം നടത്തുന്നത്. ഈ സാറേ, ഈ കവടി മാറി കമ്പ്യൂട്ടർ ആയതിന്റെ ഒരു വ്യത്യാസമുണ്ട്. കവടി മാറിയില്ല, സാർ കവടി തന്നെയാണ്. കവടി മാറിയിട്ടില്ല. ഈ കവടി എന്താ? 108 നക്ഷത്രവാദങ്ങളെ 27 നക്ഷത്രങ്ങൾക്ക് 4 പാദം വെച്ച് 108 നക്ഷത്രവാദമുണ്ട്. ആ 108 നക്ഷത്രവാദങ്ങൾ ഈ വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയാണ് 108 കവടി ഉപയോഗിച്ചിട്ടുള്ളത്. ആ കവടി മന്ത്രപൂർവ്വം നമ്മൾ തലോടുന്ന സമയത്ത് ഒരു കോസ്മിക് എനർജി നമ്മുടെ ഇവിടുന്ന് ശീർഷത്തിൽ നിന്ന് കയ്യിലൂടെ ഈ ഹസ്തചക്രയിലൂടെ അതിലേക്ക് വ്യാപിക്കുകയും എന്താണോ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് പറയുന്നത് അത് അവിടെ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അത് വാരി വയ്ക്കുമ്പോൾ ആ കിട്ടുന്ന രാശി കൃത്യമായും കാര്യം പറയുന്നതിന്, ശാസ്ത്രം അറിയുന്നയാൾക്ക് കാര്യം പറയുന്നതിന് സഹായകമാകും. അപ്പൊ അവിടെ കാണാതെ പഠിക്കല് വേണം നമുക്ക്. കാണാതെ പഠിക്കാതെ, ഈ ശാസ്ത്രം പഠിക്കാതെ അദ്ദേഹത്തിന്റെ ഒപ്പീനിയനാണ്. മൊത്തത്തിൽ അതായത് എൻ്റെ ഒരു സംശയം, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എക്സിപ്പോളൊക്കെ വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും സാറൊന്ന് നോക്കിയിട്ടുണ്ടോ ഇത് എന്താണ് സംഭവിക്കാൻ സാധ്യത? ഞാൻ നോക്കിയിട്ടില്ല. വിഷയമല്ല. അല്ല, ആരെങ്കിലും താങ്കളെ സമീപിച്ചിട്ടുണ്ടോ ഈ ജാതകമൊക്കെ കൊണ്ട്? ഏതെങ്കിലും നേതാക്കൾ മുമ്പ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരാർത്ഥി എന്നെ പേര് പറയാ മത്സരാർത്ഥി എന്നെ സമീപിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ജാതകം നിരീക്ഷിച്ച് പറഞ്ഞു, നിങ്ങൾ അപ്പോൾ അദ്ദേഹം ഇത് കൊടുക്കുന്നതിന് മുമ്പാണ്, നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പാണ് അത് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ജയിക്കും, നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ കാണാറുണ്ട്, അതായത് നോമിനേഷൻ കൊടുക്കാനൊരു സമയം അല്ലേ, നോമിനേഷൻ കൊടുക്കാനൊരു സമയം, സത്യപ്രതിജ്ഞ ചെയ്യാനൊരു സമയം, അത് കഴിഞ്ഞ് കസേര കയറിയിരിക്കാനൊരു സമയം. ഞാൻ തന്നെ പലപ്പോഴും ഈ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ മന്ത്രിമാരുടെ ആദ്യ പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ ഈ കസേരയിൽ ഇരിക്കാതെ നിന്ന് കറങ്ങുന്ന പല മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. അതായത് സമയമായില്ല, ഇരിക്കാൻ സമയമായില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അങ്ങനെ ഈ സമയം നോക്കിയിരുന്ന പല മനുഷ്യരും 5 കൊല്ലം തേച്ചിരിക്കാതെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ടുണ്ട്. സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നക്ഷത്രം വെച്ചിട്ടാണ്. ഇപ്പോൾ 9 ദശാനാഥം വരെ ഉണ്ട്. രാഹുർ സമയത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ പിണറായി വിജയൻ ചതയ നക്ഷത്രമാണെങ്കിൽ അദ്ദേഹത്തിന് രാഹുറാണ്. രാഹുർ തടസ്സങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ നമ്മൾ 18 ആംഗിളുകൾ പരിശോധിച്ചിട്ടാണ് ജ്യോതിഷം പറയണത്. അല്ലാതെ നിങ്ങൾക്ക് പോലെ അല്ല വേറൊരാൾ. അതിനാണ് 27 നക്ഷത്രം, 9 ദശാനാഥന്മാർ. ഇത് വലിയൊരു കണക്കാണ്. അപ്പം നമുക്കിപ്പോൾ ശനിയിൽ ജനിച്ച മോദി, ഇപ്പം നിങ്ങൾ ചോദിച്ചു കണ്ടായ ശനിയിലാണ് മോദി ജനിച്ചതെന്ന്. അല്ല, ജനിച്ചതല്ല, കണ്ടായ ശനിയാണ് അദ്ദേഹത്തിനെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ ദശാകാലം ഇപ്പം നല്ല സമയമാണ്. അപ്പോൾ ഈ കണ്ടായ ശനിയിലുള്ള തട്ടുപാട് മാറിക്കഴിഞ്ഞു, അമ്മയുടെ ഇതിൽ ക്ലിയർ ആയി കഴിഞ്ഞു 4ാം ഭാഗത്തിൽ. അപ്പോൾ ഇനി അടുത്ത അദ്ദേഹത്തിന് നല്ല സമയമാണ്. സ്റ്റാർ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും. ശത്രുക്കളെ അമർച്ച ചെയ്യാൻ പറ്റും. 2035 വരെ മോദി 2035 അല്ല, സന്യാസ ജീവിതത്തിലേക്കൊക്കെ പോകുന്നത്. അത് ഈ ഓരോരുത്തർ കോമൺ സെൻസ് ഈ ജ്യോതിഷന്റെ അടുത്ത് പോയാൽ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത് ഇത്രയും പറഞ്ഞിട്ട് വായടച്ചിരിക്കണം. നമ്മളെ കുറിച്ച് ഒന്നുമേ പറയരുത്. പറഞ്ഞാൽ അയാൾ കൈ നിട്ടൊക്കെ പറയും, നോളജ് വരും, എന്തെങ്കിലും ചാർത്തും. ഒന്നും പറയരുത്. ഈ 12 കോളങ്ങളിൽ നോക്കിയിട്ട് അയാൾ പറയണം, നിങ്ങൾക്ക് ഇതാണ് കടന്നുപോയത്, ഇനി ഇതാണ് വരാൻ പോകുന്നത്, നിങ്ങൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഈ പറയുമ്പോൾ അയാൾക്ക് അറിയാൻ പറ്റും അയാളുടെ ജീവിതവും ഇതുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ആ എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷൻ വളരെ വ്യക്തമായിട്ട് പറയും. അല്ല ജ്യോതിഷത്തിന് മുമ്പ് പോയിരുന്ന് വിളമ്പരുത്, സാറേ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് പറയാൻ എളുപ്പമാണ്, പഠിച്ചവനും പഠിക്കാത്തവനും പറയാം. ശരി, മോദിയുടെ കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ ഊന്നി ചോദിക്കാം. 2035 വരെ എന്ന് താങ്കൾ പറഞ്ഞു. അല്ല, 2035 പ്രായം ഒരുപാട് 2035 അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. 2024 മോദി 3ാം ഘട്ടവും പ്രധാനമന്ത്രി ആവുമെന്നേ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീണ്ടും തുടരുമെന്നും ഏത് പിണറായിയുടെ കാര്യത്തിൽ. അല്ല, ഇത് നമ്മളൊരു നോക്കും, ഒരു ശാസ്ത്രം നമ്മൾ പറയുന്നു, മനുഷ്യൻ ഇത് അട്ടിമറിക്കാൻ പറ്റും. അതാണ് ഇതിനകത്ത്. ഇപ്പോൾ ഒരു ഡീല് നടത്തി അവിടെ ചെന്ന് ഇപ്പൊ നിങ്ങളടുത്ത് ഞങ്ങളൊരു ദോഷം പറയുന്നു, അത് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിങ്ങൾ അതുപോലെ വെള്ളം അടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ്. നമുക്ക് കൗൺസിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും, മനസ്സാന്തരപ്പെടുത്ത് മാറ്റാം. അതുപോലെ മനുഷ്യരുടെ കാര്യങ്ങൾ ഇവർ അട്ടിമറിക്കാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു കാര്യം നടക്കുകയാണ്, ഇന്ന സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, അടുത്തത് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യും. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന് നമ്മൾ അല്ല, പ്രവചനം ശാസ്ത്രമാണല്ലോ, ശാസ്ത്രം പറയുകയാണല്ലോ. ഇപ്പൊ നിങ്ങളടുത്ത് പറയുകയാണ് റോഡിൽ വണ്ടി ഇന്ന സ്ഥലത്ത് നേരെ ഓട്ടിക്കണമെന്ന് പറയുന്നു. ഇല്ല, ഞാൻ തിരിച്ചേ ഓട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആ നിയമത്തിന് വിലയില്ലല്ലോ. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു. മോദിയുടെ കാര്യത്തിൽ പറഞ്ഞ ഉറപ്പ് വേണമെങ്കിൽ
മോദിയിലേൽ പറഞ്ഞത് മാറൂല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഗ്രഹനില നോക്കി ശാസ്ത്രം നോക്കി എല്ലാം നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് പറഞ്ഞേക്കണത്. അദ്ദേഹം 8 പ്രാവശ്യം മുഖ്യമന്ത്രിയായ ഒരാളാണ്, 7-8 പ്രാവശ്യം. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രായം കഴിഞ്ഞാൽ അഖണ്ഡ സാമ്രാജ്യ യോഗമാണ്, എല്ലാവരെയും ഭരിക്കും. മോദിക്ക് മുകളിൽ ഒരുത്തനെ വളരാൻ പോലും സമ്മതിക്കില്ല. അങ്ങനെയുള്ള രീതിയാണ്. 4 തവണയാണ് 4 തവണ. ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പേയൊക്കെ മന്ത്രി അങ്ങനെയൊക്കെ ഭരണം കൈ കിട്ടിയതാണ് അദ്ദേഹത്തിന്. 4 തവണ ആയിട്ടുള്ളൂ അത് മുഖ്യമന്ത്രി. ഈ ഒരു പ്രായം കഴിഞ്ഞിട്ട് ഈ അഖണ്ഡ സാമ്രാജ്യം കിട്ടിയിട്ട് വലിയ അല്ല, ആ പ്രായം വരുമ്പോൾ അത് മാറും, ദശാസന്ധി മാറും, സമദശമുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ജനിക്കുന്ന സമയത്ത് ഒരു ദശാകാലമാണ്. ഇപ്പൊ കേതു 7 വർഷം, ശുക്രൻ 20 വർഷം, സൂര്യൻ 4 വർഷം. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ജനങ്ങൾക്ക് അത് അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരും. പിന്നെ ഗർഭശിഷ്ടം എന്ന് പറഞ്ഞു വരും. ചിലർക്ക് 6 മണിക്കൂർ പാദത്തിൽ, അങ്ങനെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് പഠിച്ചവർക്ക് അറിയാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിത് പറയുന്നു, പക്ഷെ ഇതിന് മനുഷ്യന് പ്രകൃതിയുടെ ഒരു ഇതും അട്ടിമറിക്കാൻ പറ്റൂല. ഭൂകമ്പം, ഈ വർഷം ഭൂകമ്പങ്ങൾ പേടിക്കണമെന്ന് എന്റെ പ്രവചനത്തിലുണ്ട്. ഭൂകമ്പം നടക്കുമെന്ന്, ജപ്പാനിൽ ഭൂകമ്പം നടക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. 1-ാം തീയതി തന്നെ ജപ്പാനിൽ ഭൂകമ്പം നടന്നു. ജപ്പാനിൽ 1.5 മാസം കൂടുമ്പോൾ അങ്ങനെ നടക്കൂല. അത് നമ്മൾ പറയുന്ന ഇതുപോലെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കുറെ പേര് എന്നെ കളിയാക്കാൻ വേണ്ടിയിരിക്കും. അത് ഇതുവരെ ഡിഫെൻഡ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ജപ്പാനിൽ ഭൂകമ്പമല്ല, ഈ മാസം ഭൂകമ്പം നടക്കൂല. പിന്നെ നിങ്ങൾ പറഞ്ഞു ജപ്പാനിൽ ഭൂകമ്പം നടക്കും. എല്ലാ വർഷം ഭൂകമ്പം ജപ്പാൻ ഭൂകമ്പങ്ങളുടെ നാടാണ്. 1-ാം തീയതി നടന്നു. 3 ഭരണാധികാരി, അറേബ്യൻ ഭരണാധികാരിയുടെ മരണം ഇപ്പൊ സംഭവിച്ച 3 അറേബ്യൻ ഭരണാധികാരി. ഞാൻ നടത്തിയ 95% പ്രവചനങ്ങളും പൂർണ്ണമാണ്. പിന്നെ ഈ വിമാനം എന്നും അറിയും, എന്ന് ചെയ്യണമെന്ന് അറിഞ്ഞെങ്കിൽ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ലോകത്ത് ഓടുന്ന എല്ലാ വിമാനത്തിന്റെ സമയം അറിയണം. നിങ്ങൾ ആ മെറ്റീരിയൽ തന്നാൽ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ഈ വിമാനം തകരുമെന്ന് ഞാൻ പറഞ്ഞു തരും. പക്ഷെ മെറ്റീരിയൽ നിങ്ങൾ തരണം. ലോകത്തോടുന്ന എല്ലാ വിമാനത്തിന്റെ സമയം നിങ്ങൾ എനിക്ക് തരണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ പണ്ടൊക്കെ 6th സെൻസ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഇപ്പൊ 6th സെൻസ് ഒന്നുമില്ല. ഇന്നത് സംഭവിക്കാം, ഇന്ത്യയിൽ ഇന്നത് സംഭവിക്കാന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നരേന്ദ്രമോദിയെ ഞാൻ 19-ൽ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നരേന്ദ്രമോദിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലെ ഡിസംബറിൽ പറഞ്ഞു 23-ൽ. ഒരു എക്സിറ്റ് പോളും ഇല്ല, ഒരാളും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇതൊന്നും മാറ്റാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം, അതായത് താങ്കൾ പറഞ്ഞത്, ഈ അപ്ഡേറ്റഡ് കാര്യം പറഞ്ഞത്, മോദിയുടെ ജാതകത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ആരോഗ്യം അടക്കം നോക്കിയിട്ടാണ് അദ്ദേഹം അതാണ് പറഞ്ഞത്. അതും കൂടെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ 18 ആംഗിളുകൾ നമ്മൾ അതിനകത്ത് പരിശോധിക്കും. ഇപ്പൊ ജ്യോതിഷന്റെ ഫ്രണ്ടിൽ 12 കാളം വരച്ചേക്കുന്നത്, 1 ലഗ്നം, അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയാം. 2 അയാളുടെ വിദ്യാഭ്യാസം പറയാം. 3 അയാളുടെ സഹോദരങ്ങളെ കുറിച്ച് പറയാം. 4 അയാളുടെ മാതൃഭാവം. 5 സന്താനഭാവം. 6 അയാൾക്ക് നാശം ദോഷമൊക്കെ ഉണ്ട്, അത് പറയാം. 7 നോക്കിയാൽ അയാളുടെ വിവാഹം പറയാം. 8 അയാളുടെ ആയുസിനെ കുറിച്ച് പറയാം. 9 അയാളുടെ ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനത്തിനെ കുറിച്ച് പറയാം. 10 തൊഴില്, 11 വരവ്, 12 ചെലവ്. അങ്ങനെ 12 കോളമാണ് വരച്ചു വെച്ചേക്കണേ. എന്നിട്ട് അവിടെയുള്ള ഗ്രഹങ്ങൾ, അവരുടെ ഉച്ച നീച, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പറയണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോലെ മറ്റേ ഏണിയും പടിയും കളിക്കുന്ന സാധനം അല്ല അത്. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ 360 ഡിഗ്രി ഉള്ള ഭൂമിയെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഡിഗ്രിക്കും 30 ഡിഗ്രി ഉണ്ട് ഓരോ രാശിക്കും. ഇനി കേരള ജ്യോതിഷം വേറെയാണ്, അവിടുത്തെ അറേബ്യൻ ജ്യോതിഷം വേറെയാണ്. ഇത് കേരളത്തിൽ മാത്രമുള്ള സംരംഭമല്ല. ഭാരതീയ ജ്യോതിഷം വേറെയാണ്. അവിടെ ഗുളികനില്ല. കെജ്രിവാളിന് കാരാഗ്രഹ യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരാൾ പറഞ്ഞു, അത് 11-ലല്ലേ ഇതുള്ളൂ ഗ്രഹം, 2 ഗ്രഹങ്ങൾ വരണം, ലഗ്നത്തിന്റെ അപ്പുറം ഇപ്പുറം വരണം, അതിൽ ഒന്നില്ല. അപ്പൊ ഇപ്പുറത്ത് കേരള ജ്യോതിഷം ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ ഗുളികനുണ്ട്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അയാൾ ജയിലിൽ പോകുന്നു. അപ്പൊ കേജ്രിവാളിനകത്തേക്ക് കേരള ജ്യോതിഷം വരാൻ അങ്ങനെയല്ല. കേരള ജ്യോതിഷത്തിൽ ഗുളികനുണ്ട്, ഭാരതീയ ജ്യോതിഷത്തിൽ ഗുളികന് സ്ഥാനമില്ല. ഇവിടെ നമ്മൾ രാശി വെച്ച് നോക്കും, ചിലർ ഭാവത്തിന് വെച്ച് നോക്കും. ഇനി പാശ്ചാത്യ ജ്യോതിഷത്തിൽ നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രഹങ്ങൾ വെച്ചാണ് നോക്കണം. ഈ ഓജോ ബോർഡ് എന്ന് പറയുന്ന സാധനത്തിനകത്തല്ല, അതൊക്കെ ആത്മാവെന്നൊക്കെ പറയാം. അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. കലീക ജ്യോതിഷത്തിൽ അന്ധവിശ്വാസം അനാചാരത്തിനൊന്നും ഒരു സ്ഥാനമില്ല. കറക്റ്റായിട്ടുള്ള ശാസ്ത്രം കറക്റ്റായിട്ട് പറയുന്നു, അത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ കർണാടകയിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പരമേശ്വർജി എടുത്ത് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഉത്തര നക്ഷത്രമാണ്, താങ്കൾക്ക് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഇല്ല, ഉപമുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ആഭ്യന്തരമോ ഇങ്ങനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ തുംകൂറിൽ എനിക്ക് ഒരു 350ഓളം കസ്റ്റമർ ഉണ്ട്. ഞാനൊരു വിവാഹത്തിന് പോയപ്പോൾ ഞാൻ ഇവരെല്ലാം കണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് അത് പറഞ്ഞിരുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഉത്തരത്തില് അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അത് കറക്റ്റായിട്ട് വന്നില്ലേ? അവിടെ ഒരു ഉത്തരകാരൻ ആഭ്യന്തരമന്ത്രിയായി, ഇവിടെ ഒരു ഉത്തരകാരൻ ചോദ്യം ചോദിക്കുന്നു.
ചോദ്യമുള്ളത്, നേരത്തെ സാറ് പറഞ്ഞു ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഈ സർവേ അതിപ്പോ ഭരണവിരുദ്ധ വികാരം പറഞ്ഞപ്പോ ഭരണവിരുദ്ധ പിണറായി വികാരം അല്ലാതെ മറ്റെന്തൊക്കെ ഘടകങ്ങളാണ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? ഒരു നമ്മൾ ആളുകളുടെ സംസാരിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത്. എന്തൊക്കെയാ ജനങ്ങളുടെ മനസ്സിൽ ഈ ഭരണവിരുദ്ധതയിൽ വരുന്ന കാര്യങ്ങൾ? അതിപ്പോ ഈ സാമൂഹ്യ പെൻഷന് പതിവായിട്ട് കൊടുക്കുന്നില്ല, പിന്നെ ഗവൺമെന്റ് ജീവനക്കാരെല്ലാം അസംതൃപ്തരാണ്, അവരുടെ DA ഒക്കെ കൊടുക്കാതിരിക്കുക, ശമ്പളം മുടങ്ങുക, പിന്നെ അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ല. ഇടതുപക്ഷ മനോഭാവം ഉള്ളവർക്കും ഏർപ്പാ. ഒത്തിരി പേരുണ്ട് എന്നോട്, ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കും, പലരും. ഗവൺമെന്റ് ജീവനക്കാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പൊ പോലീസുകാർക്കൊക്കെ ആണെങ്കിലേ അവർക്ക് ഈ നടപടി മുഖം നോക്കാതെ ചെയ്യാൻ പറ്റും. അതിൽ സാറേ നമ്മളിപ്പോ ഈ നമ്മുടെ പാർലമെന്റിലേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ, എന്നാലും സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടുത്തെ സ്ഥാനത്തെയും ബാധിക്കും. പക്ഷെ അത് അത്ര കണ്ട അത് ഈ ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം മാത്രം വെച്ചിട്ട് അല്ല, അത് മാത്രമല്ല, അതൊരു പ്രധാന ഭാഗമാണ്. തൃശ്ശൂര് സാർ എന്താ പറയുന്നത്? തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കും. അത് ഞാൻ അധ്യാപകനാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റ് ഒരു ക്രിസ്ത്യൻ ലേഡിയോട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അവരുടെ ഭർത്താവ് ഒരു പ്രൈവറ്റ് ജോലിയാണ്, ഉയർന്ന ജോലി ചെയ്യുന്ന ആളാണ്. അവരുടെ ഓഫീസിലൊക്കെ സുരേഷ് ഗോപി ചെന്നിരുന്നെന്ന് പറഞ്ഞു. എല്ലാ ഓഫീസിലും ചെല്ലുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ സംസാരം കേട്ടിട്ടേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തോന്നി. പക്ഷെ അവർ പക്ക കോൺഗ്രസ് കുടുംബമാണ്. വോട്ട് ചെയ്തില്ല. അല്ല, വോട്ട് ചെയ്തില്ല, എങ്കിലും അങ്ങനെ തോന്നി. സുരേഷ് ഗോപിയുടെ സമയം നോക്കിയോ? അല്ല, സുരേഷ് ഗോപിയുടെ സമയം നോക്കിയായിരുന്നു. സുരേഷ് ഗോപി രാഹൂറിലാണ് ജനിക്കണത്. രാഹൂറിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ചോദ്യ നക്ഷത്രക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സമയം നല്ലത് തന്നെയാണ്. 23 വരെ കണ്ടാശനിയായിരുന്നു. 2019 തൊട്ട് 23 തീയതി വരെ കണ്ടാശനിയായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ ഇദ്ദേഹത്തിനെ തേക്കും ചിലപ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് അത് പൊളിറ്റിക്സിന്റെ ഒരു ഭാഗമാണ്. ഇദ്ദേഹം വളർന്നു വരാൻ പാടില്ല, ഞാനിവിടെ ഇതൊക്കെ ചെയ്യാം, അതൊക്കെ മെന്റലി മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ രാഹൂർ ദശയിൽ ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾക്കൊരു തടസ്സം വന്നിട്ടേ നല്ലത് വരുവുള്ളൂ. അപ്പോൾ അതങ്ങനെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇത് ജനങ്ങളുടെ ഇത് വെച്ചിട്ടെന്ന് പറയുമ്പോൾ 10 വരെ നോക്കിയിട്ടല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ ഇന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണ്. ഇന്ന് BJP വീണ്ടും അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് അവരുടെ മാസ്റ്റർ പ്ലാനാണ്. അവരൊരു മാസ്റ്റർ പ്ലാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഷഫിൾ ചെയ്യണം. ഇപ്പോൾ 1ാം ഘട്ടത്തിൽ മോദി പറഞ്ഞ കാര്യമല്ല 2ാം ഘട്ടത്തിൽ പറഞ്ഞത്. അതാണ് മോദിയുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് അത് ഡൈവേർട്ട് ചെയ്തതെന്ന്. കേരളം പോലുള്ള സ്ഥലം മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമാണ്. ഇവിടെ മതം പറഞ്ഞാൽ പറ്റില്ല. നേരെ മറിച്ച് മധ്യപ്രദേശ് പോലുള്ള രാജ്യങ്ങൾ, UP ഉള്ള രാജ്യങ്ങളിൽ അവിടെ ഹിന്ദുത്വം പറഞ്ഞാലേ വോട്ട് കിട്ടുള്ളൂ. ഞാൻ റിലയൻസിൽ ഷിഫ്റ്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തതാണ് 95 മുതൽ 2000 കാലഘട്ടം വരെ. അപ്പോൾ ഞാൻ ഇന്ത്യ മൊത്തം സഞ്ചരിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇതറിയാം. പോരാ തന്നെ എൻ്റെ ഷിഫ്റ്റിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള അങ്ങ് കാശ്മീർ വരെയുള്ള ആൾക്കാർ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ അളക്കാൻ പറ്റൂല. അപ്പോൾ അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് ഇത്രയും ഘട്ടങ്ങളിൽ ഭയങ്കര മാസ്റ്റർ പ്ലാൻ ഉപയോഗിച്ചാണ് അവർ ചെയ്തത്. ഇപ്പം എന്തുകൊണ്ട് അരുണാചൽ പ്രദേശിൽ നമ്മളിവിടെ ഓരോ പ്രസംഗിച്ച ആൾക്കാർ അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ വീണ്ടും എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വീണ്ടും NDAക്ക് കൊടുത്തത്? അത് അവരുടെ ആ ഒരു കണക്കാണ്. എങ്ങനെയാണ് ഇപ്പോൾ മോദിയെ കുറിച്ച് ഞാൻ വിദേശത്ത് ദുബായി പോയപ്പോൾ ഭയങ്കര കാര്യമാണ്. മോദിക്ക് ഉദർ ഐസ ഏക് ആത്മീയ അമര ഉദർ ചായേ ഇത് പറയുന്നത്. അതായത് അതുപോലൊരു ഭരണാധികാരി ഞങ്ങളുടെ രാജ്യത്ത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മൾ ദുബായിൽ പോകുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ഭയങ്കര സ്നേഹമാണ്. പാകിസ്ഥാനിയൊക്കെ പോലും ഭയങ്കര സ്നേഹമാണ്. ഇതൊരു പാകിസ്ഥാനി മുടിവെട്ടാൻ പോയപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജാണ്. കല്ലെറിയാൻ എല്ലാവരെ കൊണ്ട് പറ്റും, പക്ഷേ അവിടെ എന്തൊക്കെയോ ഒരു ഇതുണ്ട്. ഇപ്പം ഇന്ത്യ മുന്നണി ഇവരെല്ലാവരും ചേർന്ന് നിന്നാലും മോദിയെ തകർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരതിനെ കുറിച്ച് പഠിക്കണം. എന്താണ് കാര്യം? നമ്മളിങ്ങനെ പറഞ്ഞിട്ടല്ല കാര്യം. അത് ഇപ്പം ഡൽഹിയിൽ ഇത്രയും സീറ്റ് വന്നിട്ട് 6 സീറ്റൊക്കെ കിട്ടുമെന്നാണ് പറയണത്. ആർക്ക്? മോഡിക്ക്. അത് കെജ്രിവാളിനെ പിടിച്ചകത്ത്. ഇപ്പോൾ ജനങ്ങൾ ഇതൊക്കെ കേൾക്കും. പണ്ടത്തെ ജനങ്ങളെ പോലെയല്ല. ഇപ്പോൾ എല്ലാവരും മാസ്റ്റർ ബ്രെയിനാണ്. കൊച്ചു കുട്ടികൾ വരെ മൊബൈലിൽ കളിക്കുന്ന സമയമാണ്. 6ാം മാസം മുതൽ മൊബൈലിൽ കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കും, നമ്മുടെ രാജ്യത്തിൽ ഒരു പ്രധാനമന്ത്രി സ്ഥിരതയുള്ള ഒരാൾ വേണം, ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളർച്ച മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല കുറേ പാർട്ടിയായിട്ട് അലയൻസ് ചെയ്തു അങ്ങനെയല്ല. ഇന്ത്യ സഖ്യം ഇനി അത് പഠിക്കണം. മോദിയുടെ അവരുടെ ഒരു മാസ്റ്റർ പ്ലാനാണ്. അവർക്കൊരു നേതാവുണ്ട് ഉയർത്തി കാണാൻ. അപ്പോൾ അവർ വിചാരിക്കും 5 വർഷം എന്തായാലും അവർ ഭരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ മൈൻഡ് സെറ്റ് മനുഷ്യരുടെ മാറുമ്പോൾ അവിടെ പിന്നെ സ്ത്രീകള് അവർക്ക് ഗ്യാസ് കിട്ടിയ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ഭയങ്കര പുരോഗമനമാണ്. UP-യിലൊക്കെ പണ്ട് ഞാൻ പോയി, അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഞെട്ടിപ്പോയി, ഇത് UP-യാ എന്നുള്ള രീതിയിൽ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വരും. ഇപ്പം ബോംബെക്ക് ഞാൻ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ പോയിരുന്നു. ബോംബെക്ക് പോകുമ്പോഴത്തേക്ക് എത്ര പാലങ്ങളാണ് അവിടെ വരുന്നത്, റോഡുകൾ ഭയങ്കര. അതായത് ഇനി നമ്മൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വിദേശ രാജ്യങ്ങൾ തോറ്റുപോകും.
വികസിത രാജ്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഇപ്പൊ നമുക്ക് ഒരാള് നമുക്ക് ഈ ഒരു ഘട്ടം ദേവിദാസൻ കഴിഞ്ഞ് സാറിന് സംസാരിക്കാൻ സമയം സാറിന് നമ്മൾ കൊടുക്കില്ല. സാറിന് നമുക്ക് ഒരു സംസാരിക്കാൻ 2 മിനിറ്റ് ഇപ്പം ബ്രേക്ക് ഉടനെ എടുത്തിട്ട് ഒരു വേഗം ബ്രേക്ക് എടുത്തിട്ട് സാറിന് വേഗം വരാം. ആദ്യം സംസാരിക്കുന്ന സാറായിരിക്കും. ഓക്കെ, അപ്പൊ വേഗം ഒരു ഇടവേള, അതിനുശേഷം മടങ്ങിയത്. വീണ്ടും സ്വാഗതം ഭരണരാശിയിലേക്ക്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സമയം, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കണം. ശംഖുമുഖം ദേവിദാസ് സാർ കുറെ നേരം കൊണ്ട് ഇടപെടാൻ ശ്രമിക്കുന്നു, പക്ഷെ നമ്മൾ അവസരം കൊടുത്തില്ല. സാർ, എന്താണ് ഈ സമയത്തെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹം പല കാര്യങ്ങളും പറയുമ്പോഴും താങ്കൾ നെറ്റി ചുളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഒരു മറുപടി പറയാനുള്ള അവസരം കൂടിയാണ്. അതെന്താണ് സാറിന്റെ സമയം? അതെ, ഒരു വിഷയത്തെക്കുറിച്ച് ഡീപ്പായി ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ല അറിവ് നമുക്ക് ലഭിക്കും. ഇപ്പോൾ ജ്യോതിഷത്തെക്കുറിച്ച് ഡീപ്പായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിവ് ലഭിക്കും. ഒരു എൻജിനീയറിംഗ് പഠിക്കുന്നയാൾ അതിനെക്കുറിച്ച് ഡീപ്പായി പഠിച്ചാൽ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് കിട്ടും. ഇതുപോലെ ഈ ശാസ്ത്രം നന്നായി പഠിക്കുകയും കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സർവ്വ ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നതാണ്, മനുഷ്യനെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. എന്താണ് കാര്യം? സൂര്യൻ തരുന്ന ഗോതമ്പും അരിയും, ചന്ദ്രൻ തരുന്ന അരിയും വെള്ളവും, ചൊവ്വ തരുന്ന പയറ്, ഇതുണ്ടല്ലോ കടല, ബുധൻ തരുന്ന പെരുമ്പയറ്, വ്യാഴം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ധാന്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാര്യം? ഈ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം ഈ ധാന്യങ്ങൾ ഉണ്ടായിട്ട്. ഇതുവരെയും ഗവേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിച്ചാണ് നമ്മൾ വളരുന്നത്. ഇത് കഴിച്ച് നമ്മൾ വളരുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്വാധീനം നമ്മളിലുണ്ട്. ഈ ഗ്രഹങ്ങളെല്ലാം സ്വാധീനം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ട് ഏതെല്ലാം ഗ്രഹങ്ങളെ ഏതെല്ലാം തരത്തിൽ സ്വാധീനിക്കുമെന്ന് വ്യക്തമാകുകയാണ്. ഇത് അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോകണമെന്നാണ് പറയുന്നത്. നിഷേകം, അതായത് സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ആ കുട്ടിയുടെ ജാതകം നിശ്ചയിക്കപ്പെടുന്നുവെന്നും അഭിപ്രായമുണ്ട്. ആ സമയം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് ജനനസമയം എടുക്കുന്നത്. ഈ ജനനസമയത്തെ ഗ്രഹസ്ഥിതി വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഈ ലോകത്ത് എത്രയോ കോടി അനിഴ നക്ഷത്രക്കാരുണ്ട്, ഈ രാജ്യത്തുണ്ട്. പക്ഷേ അനിഴ നക്ഷത്രക്കാരനായ മോദി എന്തുകൊണ്ട് ഭരണാധികാരിയായി? ഇതിൽ ജ്യോതിഷത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി 1-2 കാര്യങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഇന്നേക്ക് 99 വർഷം മുമ്പ് 1925 ഈ രാജ്യത്ത് രാജ്യസ്നേഹികളായ കുറേ ആളുകൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് കണ്ടറിഞ്ഞ ഒരു മഹാനുഭാവൻ ഡോക്ടർ ഹെഡ്ഗവാർ. അദ്ദേഹം കുറച്ച് കുട്ടികളെ കൂട്ടിയിരുത്തി അവർക്ക് ഈ രാജ്യത്തിൻ്റെ സ്വാഭിമാനത്തെക്കുറിച്ച്, ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പൂർവികതയിൽ വേണ്ട വിശ്വാസം വേണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് കളിച്ച് അവരോടൊപ്പം കളിച്ച് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം, RSS. ദേശീയത, ഒരു ദേശീയ ബോധത്തോടു കൂടിയുള്ള ഒരു പ്രസ്ഥാനം ഈ ലോകത്തിൽ, ഈ രാജ്യത്തില്ലെങ്കിൽ ഈ രാജ്യം ഛിന്ന ഭിന്നമാക്കാൻ എളുപ്പമാണ് ഇതിന് വിരുദ്ധമായി നിൽക്കുന്നവർക്ക്. അങ്ങനെ ഒരു പ്രസ്ഥാനം കൂടി ഉള്ളത് കൊണ്ടാണ് ഒരു കാലത്ത് ഈ പ്രചാരകനായിരുന്ന, അതായത് ജീവിതം വേണ്ട, കുടുംബജീവിതം വേണ്ട എന്ന് നിശ്ചയിച്ച് പ്രചാരകനായി പ്രവർത്തിച്ചിരുന്ന ഒരു നിസ്വാർത്ഥ സേവകൻ ഒരു കണികയെങ്കിലും അഴിമതി മോദിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തുകൊണ്ട് ആ സ്വഭാവശുദ്ധി ഉണ്ടായി? ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തകനായതുകൊണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ വാർത്തെടുത്തൊരു മഹാപ്രസ്ഥാനം ഇതിപ്പോൾ 1 നൂറ്റാണ്ടാകാൻ പോവുകയാണ്. ആ പ്രസ്ഥാനം കൂടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിജയം മോദിക്കുണ്ടായത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ജാതകവും അദ്ദേഹത്തെ തീർച്ചയായിട്ടും, അദ്ദേഹത്തിൻ്റെ ജനന സമയവും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കേരളത്തിൽ നല്ല ജാതകമുള്ള നേതാക്കന്മാരൊന്നുമില്ല ബി.ജെ.പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആരുടെയും ജാതകം നോക്കിയിട്ടില്ല. അല്ല, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ പറഞ്ഞത് ഈ സമയവും ഒരാളുടെ ജാതകവും പിന്നെ പ്രസ്ഥാനവും. കേരളത്തിലെ ഘടന, ജൈവിക ഘടന, ഈ മതപരമായും ജാതിപരമായുമായിട്ടുള്ള ഘടന ഈ ദേശീയ ബോധത്തിന് വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ല, ഈ ഘടന ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ സാറേ. അല്ല, ഈ ഘടന, കേരളത്തിലെ ഘടന ഒരു പ്രത്യേകമാണ്. അതെന്താണെന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. പറഞ്ഞാൽ ഞാൻ എന്തായി ഒരു പ്രത്യേക മനസ്ഥിതിക്കാരനാണെന്ന് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കേരളത്തിലെ ഘടനയുടെ പ്രത്യേകത, അതായത് ജൈവിക ഘടന, മതപരമായും ജാതിപരമായിട്ടുള്ള ഘടന ഈ ദേശീയ ബോധമുള്ള പ്രസ്ഥാനത്തിന് വളരുന്നതിന് വിരുദ്ധമായൊരവസ്ഥയുണ്ട്. അത് രാഷ്ട്രീയം ഒരു അതെ, ഗോപാലൻ സാറേ
കണക്കുകൾ വെച്ചിട്ട് എന്താ ഇതിന് മറുപടി പറയാനുള്ളത്? അങ്ങനെ ഒരു ഘടന അതാണോ ഇത്തരത്തിൽ BJP വളർന്നു വരാൻ അതൊരു കുറച്ച് വസ്തുത ഉള്ളതാ? ഈ RSSന്റെ പ്രവർത്തനം കൊണ്ടാണ് BJP ഇത്രയും ശക്തി ആർജിച്ചത്. അത് ശരിയാണ്. പിന്നെ കേരളത്തിലെ ഈ BJPക്ക് വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ടും ഇത്തവണ UDFനാണ് കിട്ടുന്നത്. ക്രിസ്ത്യാനികളിൽ ഒരു 95% UDFനാണ് കിട്ടുന്നത്. അത് തൃശ്ശൂരിൽ വ്യത്യാസമുണ്ട് കുറച്ച്. ഇവര് ഈ പറയുന്ന പോലെ ഈ മറ്റു മതവിഭാഗങ്ങളെ കൂടെ നിർത്താൻ അറിയാവുന്ന പണി മൊത്തം നടത്തിയിട്ട് എന്തുകൊണ്ടായിരിക്കും അതൊന്നും അങ്ങോട്ട് പ്രയോജനപ്പെടുന്നില്ല? അതെന്തുകൊണ്ടായിരിക്കും? അത് ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഇപ്പോഴും BJP ഒരു ഭയമുണ്ട്. എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നവരെ പലരും BJP വന്നാലേ ഞങ്ങളുടെ പള്ളി നശിപ്പിക്കും എന്നുള്ള ചിന്താഗതിയുണ്ട്. അതൊക്കെ ശരിയല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെയൊന്നും നശിപ്പിക്കത്തൊന്നുമില്ല. അങ്ങനെ വെറുതെ ഒരു ഭയം ഉണ്ടാവേണ്ട കാര്യം അത് ഈ പാർട്ടികൾ അങ്ങനെ ഭയം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അവർക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വീണിട്ടുണ്ട്. സന്തോഷ് സാറേ, രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താ? രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ മൂലനക്ഷത്രത്തിലാണ് രാഹുൽ ഗാന്ധി ജനിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരു പ്രധാനമന്ത്രി സ്ഥാനം 2030 വരെ ഒന്നും ഇല്ല. അതുവരെ ഒന്നും കാണാനില്ല. പിന്നെ അങ്ങോട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. 35-ന് ശേഷം ഒരു ഭാവിയെ കാണുന്നുള്ളൂ. അത് ആൾറെഡി ഞാൻ അതിൻ്റെ പ്രവചനം നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ജാതകം കളക്ട് ചെയ്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോൾ ഇത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും രാഹുൽ ഗാന്ധി ആവത്തില്ല, അത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ ജാതകവശാൽ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ ഇപ്പോൾ യോഗം ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഇപ്പം നിങ്ങളുടെ ഒരു ജാതകം നോക്കുന്നു, ഈ ജാതകം നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടും എന്ന് പറയും. അപ്പോൾ തടസ്സപ്പെടണമെങ്കിൽ അത് തടസ്സപ്പെടണം ആ സമയത്ത്. അതൊരു ശാസ്ത്രം അപ്ലൈ ചെയ്തിട്ട് പറയുന്നതാണ്. A+B² = A² + 2AB + B². അങ്ങനെ ഓരോരുത്തർ ഇക്വേഷൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രവചനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നേരത്തെ കവടിയുടെ കാര്യം പറഞ്ഞു. കവടി ഇങ്ങനെ പതച്ച് വയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കള്ളത്തനം കാണിക്കാം. ഇവിടെ കലീക ജ്യോതിഷത്തിൽ കവടി ഇങ്ങനെ വിടയുള്ളൂ. അത് ചെതറി വീഴുമ്പോൾ അതിൽ കാണുന്ന ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പണ്ടുള്ള കാലത്ത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ജാതി വ്യവസ്ഥയുടെ ബാധകമായിട്ടൊക്കെ ഈ അന്ധവിശ്വാസങ്ങൾ വന്നത് തന്നെ, അനാചാരങ്ങൾ വന്നത് തന്നെ ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. അല്ലാതെ ഈ ഒരു കൂടോത്രം അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. മറ്റുള്ളവൻ്റെ ഭയം മുതലെടുക്കുന്നു, അത്രയേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ അതിനകത്ത് വേറെയുള്ള ഒരു രീതിയും വരുന്നില്ല. അപ്പോൾ ഈ നമുക്ക് ഉപേക്ഷിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് തന്നെ തീരണം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇത് നോക്കുമ്പോൾ അദ്ദേഹം ഈ മൂലനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിവാഹം അങ്ങനെയാണ്. ഇനി ഇദ്ദേഹം കല്യാണം കഴിഞ്ഞാൽ 30 വയസ്സിന് മുമ്പേ കല്യാണം കഴിഞ്ഞാൽ 2 വിവാഹത്തിന് യോഗമാണ്. അതിനകത്ത് 2 വിവാഹത്തിന് യോഗമാണ്. 2 കല്യാണം കഴിക്കുമെന്നാണ് പറയണത് 30 വയസ്സിന് മുമ്പേ കഴിച്ചാൽ. അപ്പോൾ അതിനുശേഷം വിവാഹം കഴിച്ചാൽ ഇദ്ദേഹം മൂലനക്ഷത്രത്തിൽ വരുമ്പോൾ ഹനുമാന്റെ നക്ഷത്രമാണ് വരുന്നത്. അതുപോലെ ഈ മൂലനക്ഷത്രക്കാർക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ആയില്യ നക്ഷത്രക്കാർക്ക് ജ്യോതിഷത്തിൽ കുറേ പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചില നക്ഷത്രങ്ങൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആയുസ് കൂടുതലാണ്. പക്ഷെ വിവാഹ ജീവിതവും മറ്റ് കുറച്ച് വിരക്തിയും കാര്യങ്ങളൊക്കെ വരും. അതാണ് അദ്ദേഹത്തിന്റെ. അല്ല, രാഹുൽ ഗാന്ധി വിവാഹമേ ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ഇതാണ്. ലിവിങ് ടുഗദറായിട്ടൊക്കെ ജീവിക്കാനുള്ള ചാൻസ് അദ്ദേഹത്തിന്റെ ഇതിലുണ്ട്. ജാതകത്തിൽ ഓരോ പ്രായത്തിൽ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചേ നടക്കുകയുള്ളൂ. അതാണ് ഈ ശാസ്ത്രത്തിന്റെ ശക്തി. ഇത്രയും വർഷമായിട്ടും ഈ ശാസ്ത്രം മോശമല്ലാതെ പോകുന്നത്, അത് ആൾക്കാർ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ഈ ശാസ്ത്രത്തിന് ഒരു ശക്തി ഉണ്ടെന്ന് അറിയാം. അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നതേ. രാഹുൽ ഗാന്ധിക്ക് വൈവാഹിക ജീവിതം ഇല്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ലിവിങ് ടുഗദർ ആയിട്ടൊക്കെ പോവാന്ന് പറയുന്നത്, അതൊക്കെ വരെ നമുക്ക് അറിയാൻ പറ്റുമോ ഇതിലൂടെ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടെന്ന് വരെ ഗണിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ഇത്. ജനങ്ങൾക്ക് അറിവില്ല. അത് കലീക ജ്യോതിഷം ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുകയാണ്. അപ്പോൾ കൗമുദിയിലൂടെ ഞാൻ അത് എത്തിക്കുകയാണ്, ഓരോ ചാനലിലൂടെയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശാസ്ത്രത്തിന് എന്താണ് ശക്തി? ജനങ്ങളുടെ അറിവില്ലായ്മ മാറ്റണം. അത് മറ്റുള്ളവർ ചൂഷണം ചെയ്യും. ഈ ശാസ്ത്രത്തിൽ നല്ലൊരു ജ്യോതിഷനാണെങ്കിൽ നിങ്ങൾ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്തും ജനിച്ച സ്ഥലവും കൊടുത്താൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യം. ഇപ്പോൾ ഞാൻ അമേരിക്കയിൽ എനിക്ക് കസ്റ്റമറുണ്ട്, അവരവിടെ നിന്ന് ഈ ഡീറ്റെയിൽ അയക്കും. എന്നാളൊരു ചോദ്യ സ്ത്രീ അയച്ചു. ഞാൻ അവർക്ക് ഇവിടെ നിന്ന് അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് യൂട്രസ് ഇല്ല, നിങ്ങളുടെ യൂട്രസ് നിങ്ങളുടെ ഇതിലില്ല എന്ന് ഞാൻ എഴുതി അയച്ചു. അപ്പോൾ അവരവിടെ നിന്ന് ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത സ്ത്രീ അവരുടെ ഈ ഇത് തന്നിട്ട് സംസാരിച്ചു. അപ്പോൾ അവരെന്നെ സ്വാഭാവികമായിട്ട് വിശ്വസിക്കൂലേ? അവരുടെ സ്ത്രീ ശരീരത്തിൽ യൂട്രസ് ഇല്ല എന്ന് ഞാനെങ്ങനെ പറഞ്ഞു? അതിവിടെ കാണാൻ പറ്റും.
അത് ആ ശാസ്ത്രത്തിൽ കാണാൻ പറ്റും. 8ാം ഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു ബേസും ഇല്ലാതെ ഇപ്പം നിങ്ങൾക്ക് ശാസ്ത്രീയമായി ജ്യോതിഷം അറിയാവുന്ന ആൾക്കാരുണ്ട്, ഇതൊന്നും അറിയാതെ ഇത്തരം കാര്യങ്ങൾ പ്രവചിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് അവര് ഇത് ഞാൻ നോക്കൂ, ഇത് യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സംരംഭമാണ്. ഇടയ്ക്ക് കുറെ പേര് സുപ്രീം കോടതി പോയിട്ട് ജ്യോതിഷം നിരോധിക്കണമെന്ന് പറഞ്ഞു. അന്ന് സുപ്രീം കോടതി ഒരു കമ്മീഷനെ വെച്ച് അത് തിരക്കിയപ്പം പറഞ്ഞു ജ്യോതിഷം നിരോധിക്കാൻ പറ്റില്ല, എങ്കിൽ ഇവിടെ MBBS നിരോധിക്കണം, എഞ്ചിനീയറിംഗ് നിരോധിക്കണം. തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സംരംഭമാണ് ജ്യോതിഷം. അതൊരു സിലബസ് വെച്ച് പഠിക്കുന്നതാണ്. പിന്നെ കുറെ കള്ളനാണയങ്ങൾ അത് എല്ലായിടും കാണുമല്ലോ, അറിവില്ലാത്ത. അത് ജനങ്ങൾ മനസ്സിലാക്കണം ഒരാളുടെ മുമ്പ്. അതുകൊണ്ടാണ് ഇപ്പോൾ കലിയ ജ്യോതിഷം പറയണത്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജനിച്ച സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ഇത് വെച്ചാണ് ജാതകം എഴുതുന്നത്. ഇത് മാത്രം കൊടുത്തിട്ട് വായടച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് അവർ പറഞ്ഞു തരും. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്, നടക്കാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നാൽ ജ്യോതിഷം നോക്കാൻ വന്ന് ഈ ഡീറ്റെയിൽ തരുമ്പോൾ തന്നെ ഞാൻ അവരുടെ അടുത്ത് പറയും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അതിനുവേണ്ടിയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ വിശ്വസിക്കുകയാണ്. പ്രാചീന കാലത്തുള്ള ജ്യോതിഷന്മാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് പഠിക്കാൻ ആർക്കും വയ്യ. ഞാനൊക്കെ റിലയൻസിൽ ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്നപ്പോൾ രാത്രിയൊക്കെ അവിടെ ഇരുന്ന് പഠിക്കും. 5-10 വർഷം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഒരു കസേരയിൽ ഇരുന്നത്. അപ്പോൾ അത് ഒരു ശാസ്ത്രത്തെ നമ്മൾ എങ്ങനെ പഠിച്ചു, എന്നിട്ട് അതിൽ നമുക്ക് എവിടെയൊക്കെ തിരുത്തൽ വരുത്തണം, അതും കൂടെ ചെയ്യണം. ഇപ്പോൾ ഭരണഘടന നമ്മൾ അംബേദ്കർ എഴുതി വെച്ചിട്ട് പറഞ്ഞു ഇത് 10 വർഷമായി നിങ്ങൾ ഉപയോഗിക്കാവൂന്ന് പറഞ്ഞു. വർഷം 40ആയി. പക്ഷെ അതുപോലെ ഒരു ഭരണഘടന എഴുതാൻ ആരും ഇല്ല നമ്മുടെ നാട്ടിൽ. അത് അപ്ഗ്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഗോപാലകൃഷ്ണൻ സാറിലേക്ക് വരുമ്പോൾ സാറ് ഇതുവരെ പ്രവചിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഇത് വെച്ച് കണക്കുകൾ വെച്ച് പറഞ്ഞിട്ടുള്ള പെട്ടെന്ന് 20 മണ്ഡലങ്ങളിലൂടെ നമുക്ക് ഓടിച്ചു പോയാൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം ഏതാണ്? ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്നത് തൃശ്ശൂരും തിരുവനന്തപുരമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. വടകരയിലെ ഷാഫി പറമ്പിൽ ജയിക്കും. അപ്പോൾ ശരി ശരി ശരി. മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകണേ. പത്തനംതിട്ട കോൺഗ്രസ് ജയിക്കും. ആന്റണി ജയിക്കും. സാറ് പറഞ്ഞത് 20 സ്ഥലത്ത് UDF ജയിക്കും. 18-19 അത് തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് ഉറപ്പ്. തിരുവനന്തപുരത്ത് ഒന്നുകിൽ ശശി തരൂര് അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. അതിങ്ങനെ ആടി നിൽക്കുകയാണ്. അതെ, ഒരുപോലെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ശശി തരൂരിന് വിഴിഞ്ഞം പ്രശ്നത്തിലൊക്കെ ലത്തീൻ സഭയ്ക്ക് എതിർപ്പുണ്ട്. അതുപോലെ പാലസ്തീൻ വിഷയത്തിൽ മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ എന്നുവരികിലും BJP മുഖ്യ ശത്രുവായതുകൊണ്ട് ഇവർ രണ്ടു കൂട്ടരും ശശി തരൂരിന് വോട്ട് ചെയ്യും. പക്ഷേ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്തോണം ഇവിടെ തിരുവനന്തപുരം. അതുകൊണ്ട് ആര് ജയിച്ചാലും 10,000-ൽ കുറഞ്ഞ ലീഡായിരിക്കും. ദേവിദാസ് സാറേ, ഈ മുഖലക്ഷണം ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ അതിന് ചാരി പറയല്ല. ഈ ഉണ്ടാകാവുന്ന രോഗങ്ങളെക്കുറിച്ച് പറയാനുള്ള മെഡിക്കൽ അസ്ട്രോളജി വളരെ ഡെവലപ്ഡാണ്. അതിൽ വരാഹി വിഗ്രഹാചാര്യൻ പറഞ്ഞ ഒരു ശ്ലോകത്തെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കംദൃക് സ്രോത്ര സ കപോലഹനവോ വക്രഞ്ച ഹോരാദയ തേ കണ്ടാംസക ബാഹുപാർശ്വഹൃദയ ക്രോഡാനി നാഭിസ്തത വസ്തി ശിഷ്ണകുദയ തതശ്ച കൃഷ്ണ ഉരു തദോജാന്നി ജംഘേംഗ്രി തുഭയത്ര വാമമുദിതൈർ ദ്രക്കാണ ഭാഗ ഈ ത്രിധ. 12 അല്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തുണ്ടോ ഞാൻ പറഞ്ഞുതരാം. 12 ഭാഗം അല്ല ഈ ശരീരത്തെ. അല്ല, ഇത് പറഞ്ഞിട്ട് പറയുന്നതാണല്ലോ അതിന്റെ ഒരു രസം. അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതാണ് ഞാൻ ഒരു അല്പസമയം കൂടെ. ഈ 12 ഭാഗങ്ങളെ ശരീരത്തെ 12 ഭാഗങ്ങളായി തിരിച്ചു, ശിരസ് മുതൽ പാദം വരെ. എന്നിട്ട് അതിന് 36 ഭാഗങ്ങളായി തിരിച്ചു. ഈ 36 ഭാഗങ്ങളിൽ എവിടെ പാപഗ്രഹം നിൽക്കുന്നോ, ശുഭന്റെ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്നോ, ആ ഭാഗത്തിന് ക്ലേശം. എപ്പോൾ? ആ ദശയിൽ അപഹാരത്തിലും. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ജാതകം അത് അവരുടെ ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ഇവരുടെ ഈ വയറിൻ്റെ ഒരു ഭാഗത്ത് പൊസിഷൻ പറഞ്ഞു, ആ ഭാഗത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ്, ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവരെ അഡ്മിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ സ്ഥിതി എന്തുണ്ടാവും? അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. സക്സസ് ആയി. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, എൻ്റെ മിടുക്കല്ല. ഇത് ഞാൻ പറഞ്ഞു എന്നല്ല, ഈ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ പറയാൻ സാധിച്ചു. അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഓരോ ജ്യോതിഷിയും മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു സാറുണ്ട്, നമ്മൾ ഇവർ ശാസ്ത്രത്തെ ബേസ് ചെയ്ത് പറയുന്നു. അപ്പോൾ സാറ് പറയുന്ന ഡേറ്റ ആയാലും മറ്റു രണ്ടുപേര് പറയുന്നതായാലും ശാസ്ത്രത്തെ ബേസ് ചെയ്താണ്. ശാസ്ത്രത്തെ ബേസ് ചെയ്ത് പറയുന്ന കണക്കുകൾ. ഈ കണക്കുകൾ കൂട്ടിയാണ് ഈ കണ്ട സ്ഥാനാർത്ഥികളും പാർട്ടികളും എല്ലാം അവരുടെ കയ്യിൽ കാൽക്കുലേറ്ററും മറ്റേതെല്ലാം മുഴുവൻ സാധനങ്ങളും ആലോചിച്ച് കാത്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയാം. ഈ വരാഹമിഹിരൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം, വരാഹം എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ്.
അദ്ദേഹത്തിന് പേര് കിട്ടാനുള്ള കാരണം തന്നെ ഒരു പ്രവചനമാണ്. വിക്രമാദിത്യ മഹാരാജാവിൻ്റെ മകൻ ഇത്ര വയസ്സിൽ മരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ സമയം അതിക്രമിക്കാൻ വേണ്ടി ഈ മകനെ ഒരു പ്രത്യേകം കൊട്ടാരത്തിൽ വളരെ ബന്ധവസ്തോടുകൂടി താമസിപ്പിച്ചു. മട്ടുപ്പാവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മകൻ ഈ പറഞ്ഞ വയസ്സിൽ തന്നെ അവിടുത്തെ കൊടിമരം മറിഞ്ഞ് വീണ് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന പന്നിയുടെ രൂപം, വരാഹത്തിൻ്റെ രൂപം, അവരുടെ രാജചിഹ്നമാണ്, അത് ആ കുട്ടിയുടെ മേൽ വീണ് കുത്തിക്കയറി കുട്ടി മരിച്ചു. അങ്ങനെയാണ് മിഹിരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് വരാഹമിഹിർ എന്ന പേര് തന്നെ കിട്ടിയത്. അപ്പോൾ പ്രവചനം നടത്താം, അതിനാവശ്യമായ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളുന്നു അതിനനുസരിച്ച് പറയാം. ഞാൻ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഞാൻ ബന്ധപ്പെടാത്തത് സന്തോഷ് സാറേ, ഈ മോദിയുടെ ധ്യാനം വലിയ ചർച്ചയായതാണല്ലോ. ഈ ധ്യാന ശേഷമുള്ള മോദി വലിയ ശക്തിശാലിയാണ്. അതിപ്പോ നമ്മള് മനുഷ്യർക്ക് എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയും ജ്യോതിഷത്തിൽ പറഞ്ഞാൽ നിങ്ങൾ വർഷത്തിലൊരിക്കൽ ഗ്രഹനില പരിശോധിക്കണമെന്ന് പറയും. ഇപ്പൊ നമ്മളാ ഇപ്പൊ വണ്ടി ആയാലും നമ്മൾ സർവീസ് ചെയ്യുമല്ലോ. ഇപ്പൊ മോദിക്ക് അതുപോലെ ഒരു ഓക്സിജന്റെ അളവ് കൂടും, ധ്യാനത്തിലിരിക്കുമ്പോ ഓക്സിജന്റെ അളവ് കൂടും. ഇപ്പൊ പുള്ളിക്ക് ഇത്രയും പ്രായമായി. അപ്പൊ പുള്ളി അതുമായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പുള്ളി ഒരു പ്രചാരകനൊക്കെ ആയിരുന്നതാണ്. പണ്ട് ഞാൻ ഗുജറാത്തിലൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അതിന്റെ ഇതൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു 90-90 ഉള്ള സമയത്ത് 95 അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ചിമൻഭായ് പട്ടേലൊക്കെയാണ് അന്ന് മുഖ്യമന്ത്രി. ഗുജറാത്തിലാണ് ഞാൻ, റിലയൻസിൻ്റെ സിൽവാസ ഇൻഡസ്ട്രീസിൽ ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കത് അറിയാൻ പറ്റും. അപ്പോൾ മോദി എന്ന് പറയുന്നത് ഒരു ഇദ്ദേഹം പറഞ്ഞതുപോലെ RSS എന്ന് പറയുന്ന ഒരു ഇതിലൂടെ വളർന്നു വരുന്നത്. അവിടെ ഒരു ചിട്ടയായി സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെയാണ് ഈ RSSൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ യോഗയും കാര്യങ്ങളും ഒരാളിനെ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുക്കുന്നു. രാജ്യസ്നേഹവും അത് അതിൻ്റെ ഒരു ബേസാണ്. അപ്പോൾ അതുപോലെ അതിൽ നിന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അത് സ്വാധീനിക്കും. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സർവീസ് ചെയ്തു, സ്വന്തം ബോഡിയെ ഒന്ന് സർവീസ് ചെയ്തു. അത്ര ഇപ്പം രജനികാന്ത് പോകുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, മോഹൻലാൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. യോഗയും മറ്റു ബന്ധപ്പെട്ട് ഓരോ രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒന്നും ചെയ്തില്ല എന്നിരിക്കും, നമ്മൾ വേറെ ആക്ടിവിറ്റീസ് എന്താണോ നമ്മുടെ ഇത് അതിനനുസരിച്ച് പോകും ന്യൂ ജനറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു രീതി സമയം വലിയ കാര്യമാണെന്നുള്ള വലിയ കാര്യമാണ്. ഇപ്പം മാഡത്തിന്റെ നാള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിവാഹ ജീവിതത്തിനെ കുറിച്ച് വരെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആയില്യം നല്ലോണം കുറ്റം പറയണത് ഇഷ്ടമില്ല. അവർക്ക് ആരും കുറ്റം പറയല്ലേ. അവരുടെ വിവാഹ ജീവിതവും പരാജയമായിരിക്കും. അവരുടെ വിവാഹ ജീവിതം പരാജയമായിരിക്കും. ഭർത്താവ് കണ്ടോണ്ടിരുന്നാലും ശരി തന്നെ, അവര് ഭാര്യയ്ക്ക് അനുസരിച്ച് അദ്ദേഹം പോണെങ്കിൽ അത് ഓക്കെ. നിങ്ങളാണ് ഹൈക്കമാൻഡ്. മറ്റുള്ളവരെ മുമ്പ് എവിടെ വരയ്ക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കും. അയാൾ വരയ്ക്കുന്ന വരയിൽ നിങ്ങൾ നിൽക്കണമെന്ന് കാണിക്കും. എവിടെ വരയ്ക്കണമെന്ന് നിങ്ങളാണ് കാണിക്കുന്നത്. ആധിപത്യം കൂടുതലായിരിക്കും. നാളല്ല, നാളിൽ ഒരു കോമൺ ആയിട്ട് 20% നമുക്ക് പറയാം എല്ലാ നാളിന്റെയും ബേസ് ആയിട്ട്. പിന്നെ അച്ഛനും അമ്മ കുടുംബം ഇങ്ങനെയൊക്കെ കുറെ ബേസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് പറയണത്. ഇപ്പൊ നിങ്ങൾ ആയില്യമാണെങ്കിൽ നിങ്ങളുടെ ലഗ്നം നോക്കണം. ഒരു ദിവസം ജനിക്കണ ആയില്യം 12 സ്വഭാവമാണ്. അതായത് അടിയനും ആയില്യം, തമ്പ്രാനും ആയില്യം. അപ്പൊ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ കുറെ കാൽക്കുലേഷൻ ദൈവജ്ഞ പ്രചുരാലേ ക്ഷയധനൈർ സംയുജ്യതേ ചന്ദ്രവൽ ഹ്രസ്വാഭീനകള സുമേധിവശ സാംന സുഹൃത് വത്സല തോയോദ്യാനരഥ സ്വവേശ്മസഗതേ. അവിടെ സാമന എന്നൊരു വാക്ക് പറയുന്നുണ്ട്. എന്താ സാമനം? സൗമ്യമായി പെരുമാറുക. നിങ്ങളോട് സൗമ്യമായി പെരുമാറാത്ത ഒരാളോടും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? അടുപ്പുണ്ടാവില്ല. ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് പക നിങ്ങൾ സൂക്ഷിക്കും. അതാണ് കർക്കിടകത്തിന്റെ പ്രത്യേകത, അതാണ് ആയില്യത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വൈരുദ്ധ്യം വരുന്നത് പറയാം. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം നന്നാവും. എല്ലാവരും അങ്ങനെ പെരുമാറും. അങ്ങനെയെങ്കിൽ പിന്നെ ഡൈവേഴ്സ് ഇല്ലല്ലോ. കഴിഞ്ഞ എത്ര 10-40 നിങ്ങൾ സൗഹൃദങ്ങൾ ഒരുപാട് കാത്തു സൂക്ഷിക്കും. സ്ത്രീകളെ ശത്രുഭാവത്തിൽ കാണും. സ്ത്രീകളുമായിട്ട് കൂടുതൽ സൗഹൃദം ഉണ്ടാവില്ല, പുരുഷന്മാരുമായിട്ടാണ് കൂടുതൽ സൗഹൃദം. സ്ത്രീകൾ നിങ്ങൾക്ക് പ്രയാസം വരുത്തും. സ്ത്രീകളടുത്ത് എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് പണിയായിട്ട് വരും. പുരുഷന്മാര് നിങ്ങളെ ഉപദ്രവിക്കില്ല. അപ്പൊ പുരുഷന്മാരായിട്ട് അപ്പൊ എന്തായാലും മോദിയിൽ തുടങ്ങി ഞാൻ എന്നിൽ വന്ന് അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും സമയം ഒന്നായിരിക്കട്ടെ എന്നാണ്. ഏതായാലും നമുക്കൊരു നമ്മൾ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രത്തിൽ വിശദമായി പറയുന്നു.
നമുക്ക് നാലാമത് അറിയാം, ശാസ്ത്രം ചെയ്യുവോ മനുഷ്യൻ തോക്കുവോ ഇല്ലേ എന്നൊക്കെ. അപ്പൊ എന്തായാലും സമയത്തിൽ കാര്യമുണ്ട്. അയ്യോ, സമയം നമ്മളെ കഴിയാണ് സാറേ. സമയമാണ് എല്ലായിടത്തും പ്രധാനം എന്നുള്ളതാണ്. നമ്മുടെ 1 മണിക്കൂർ വളരെ വേഗത്തിൽ പറയുകയാണെങ്കിൽ സാറിന് പറയാൻ പറ്റും. ഇന്ത്യയിൽ BJPക്ക് 290 മുതൽ 295 വരെ സീറ്റ് കിട്ടും, തനിച്ച് ഭൂരിപക്ഷം കിട്ടും. NDAക്ക് 341 മുതൽ 348 വരെ, കോൺഗ്രസിന് 80 മുതൽ 83 സീറ്റ് വരെ. സാറിന്റെ പ്രവചനം കഴിഞ്ഞ് നമ്മുടെ ഈ ഷോ ഒരു കാര്യം കൂടെ, 2026 കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അടിപൊളി. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞു. അപ്പൊ പൂർണ്ണമാവുകയാണ്. ശരി, അപ്പൊ നമ്മുടെ ഈ പ്രത്യേക ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം.